കഥയാരംഭിക്കുന്നത് 80കളിലാണ്. 1980കളിൽ ഇറാനും ഇറാഖും യുദ്ധത്തിലായിരുന്ന സമയം. ആ സമയം അമേരിക്ക ഇറാഖിനെയായിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നത്. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലമാണ്. തന്റെ മകന്റെ സുരക്ഷയോർത്തും അവനീ യുദ്ധത്തിന്റെ കെടുതിയിൽപ്പെട്ട് കഷ്ടപ്പെടാതിരിക്കാനും അലിയുടെ പാരന്റ്സ് അലിയെ അമേരിക്കയിലേക്ക് അയക്കാൻ തീരുമാനിക്കുന്നു. പോകുന്നതിനു മുമ്പ് ഉമ്മ അലിക്ക് ഒരു താക്കോൽ കൊടുത്തു. ഉമ്മയ്ക്ക് അത്രമേൽ വിലപ്പെട്ട ചില വസ്തുക്കളുടെ താക്കോലായിരുന്നു അത്. ഉമ്മയെ ഓർമ്മിക്കാൻ, ക്ഷമയോടെ നിലകൊള്ളാൻ അവനായി നൽകപ്പെട്ടവ. വൈകാതെ അലി തന്റെ യാത്ര തുടങ്ങി. നീണ്ട യാത്ര തന്നെയായിരുന്നു. യാത്രയ്ക്കൊടുവിൽ അലി കാലിഫോർണിയ നഗരത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അലിയുടെ അങ്കിളായ ഹാഫിസ് അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. ജോലി നോക്കിയിരുന്നതും ഹാഫിസിനൊപ്പം അലിയും താമസമാക്കി. പക്ഷേ അമേരിക്കയിലെ അലിയുടെ ജീവിതം ആരംഭിച്ചത് തന്നെ അത്ര സുഖകരമായിട്ടായിരുന്നില്ല. സ്കൂളിലേക്കെത്തിയ ആദ്യ ദിവസം മുതൽ തന്നെ വംശീയ വിവേചനം അവൻ നേരിടാൻ ആരംഭിച്ചു. ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധം കാരണവും അമേരിക്ക ഇറാഖിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും പല അമേരിക്കൻസും അലിയെ നോക്കിക്കണ്ടത് ഒരു തീവ്രവാദിയെ പോലെയായിരുന്നു. തങ്ങളുടെ ശത്രുവിനെ പോലായിരുന്നു. എന്തിനേറെ പറയുന്നു, അതുകൊണ്ട് തന്നെ സ്കൂളിൽ ഏവരുടെയും നോട്ടപ്പുള്ളിയായും ബുള്ളിയിങ്ങിനുള്ള ഇരയായും അലി മാറിയിരുന്നു. പ്രത്യേകിച്ചും മൈക്ക് എന്നൊരു പയ്യൻ അവൻ അലിയെ ക്രൂരമായി ഉപദ്രവിച്ചു. ഓരോ സമയത്തും അലിയെ അവൻ പരമാവധി അപമാനിച്ചു. ആളുകൾക്ക് മുമ്പിൽ നാണം കെടുത്തി. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് അലി ഒരു റെസ്റ്റോറന്റ് മുമ്പിലൂടെ കടന്നുപോയി. അവിടായിരുന്നു അവന്റെ സുഹൃത്ത് ക്രിസ്റ്റി ജോലി നോക്കിയിരുന്നത്. ക്രിസ്റ്റിയുടെ അമ്മയെ സഹായിക്കാനാണ് ക്രിസ്റ്റി അവിടെ ജോലി നോക്കിയിരുന്നത്. വംശീയ വിവേചനം അലിയിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. അലിയുടെ അങ്കിളായ ഹാഫിസും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. നെയ്ബർഹുഡിലെ ആളുകൾ വല്ലാത്തൊരു വിദ്വേഷത്തോടെയായിരുന്നു ഹാഫിസിനെ നോക്കിക്കണ്ടത്. ഇറാനിയൻ ആയതുകൊണ്ട് തന്നെ ഹാഫിസിനെ ഒരു അപകടമായി തന്നെ പലരും നോക്കിക്കണ്ടിരുന്നു. പൂർണ്ണമായും ആളുകൾ ഹാഫിസിനെ ഉപേക്ഷിക്കാൻ തുടങ്ങിയതോടെ ഹാഫിസിന്റെ വർക്ക്ഷോപ്പിലും തീരെ ജോലിയില്ലാതായി. എന്തിനേറെ പറയുന്നു, കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. മറുവശത്ത് അലിയാണെങ്കിൽ സ്കൂളിൽ എങ്ങനെയെങ്കിലും തന്റെ സ്ഥാനമുറപ്പിക്കാൻ, ശ്രദ്ധ നേടിയെടുക്കാൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടാൻ തീരുമാനിച്ചിരുന്നു. അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു. ആദ്യം ഫുട്ബോൾ ടീമിൽ ചേരാം എന്നായിരുന്നു അലിയുടെ പദ്ധതി. പക്ഷേ മൈക്ക് ഫുട്ബോൾ ടീം അംഗമാണ് എന്നലി മനസ്സിലാക്കിയതും അവൻ ആ പദ്ധതി മാറ്റി. ബാസ്കറ്റ്ബോൾ ടീമിൽ ചേരാനും അവനൊരു ശ്രമം നടത്തി. പക്ഷേ അവിടെയും അലി ഒറ്റപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്തതോടെ അതും തനിക്ക് പറ്റിയ ഇടമല്ല എന്നവൻ തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും ഒഴിഞ്ഞുമാറി. ഒരു ദിവസം പല സ്പോർട്സിനത്തിലും സ്കൂൾ വിജയിച്ച ട്രോഫികൾ പ്രദർശിപ്പിച്ചിരുന്നത് അലി നോക്കിക്കാണുകയായിരുന്നു. ആ വഴി വന്ന മൈക്ക് മനഃപൂർവ്വം അലിയെ ഇടിച്ച് താഴെയിട്ടു. ദേഷ്യം വന്ന അലി അന്ന് തിരികെ പ്രതികരിക്കാൻ ശ്രമിച്ചു. അതൊരു ഫൈറ്റിലേക്ക് വഴി മാറി. പ്രശ്നം നടക്കുന്നിടത്തേക്ക് പ്രിൻസിപ്പൽ മിസ്റ്റർ സ്കിന്നർ കടന്നു വന്നിരുന്നു. സ്കിന്നർ ഇടപെട്ട് ഇരുവരെയും ഫൈറ്റിൽ നിന്ന് മാറ്റി. പക്ഷേ കുറ്റാരോപണം നേരിട്ടത് അലിയായിരുന്നു. അലിയിന് ഇതുപോലെ പ്രശ്നമുണ്ടാക്കിയാൽ സ്കൂളിൽ നിന്ന് പുറത്താക്കി കളയും എന്ന് സ്കിന്നർ അന്ന് അലിയോട് പറയുന്നുണ്ട്. അന്ന് ക്ലാസ് കഴിഞ്ഞു വരുമ്പോൾ അലി ഒരു കാഴ്ച കണ്ടു. റെസ്റ്റോറന്റിലുള്ള ക്രിസ്റ്റിയുടെ അമ്മ ക്രിസ്റ്റിയെ ചീത്ത പറയുന്നു. അവൾ ഒരു ടെസ്റ്റിൽ പരാജയപ്പെട്ടതിന്റെ പേരിലായിരുന്നു അത്. എന്തിനേറെ പറയുന്നു, ഇനിയും ടെസ്റ്റിൽ പരാജയപ്പെട്ടാൽ ഇങ്ങനെ തുടർന്നാൽ അവളുടെ കാറടക്കം വിൽക്കും എന്നും ക്രിസ്റ്റിയുടെ അമ്മ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ക്രിസ്റ്റിയുടെ അവസ്ഥയിൽ അലിക്ക് സങ്കടം തോന്നി. ക്രിസ്റ്റിയെ കണ്ട് അലി സംസാരിച്ചു. പഠനത്തിൽ ക്രിസ്റ്റിയെ താൻ സഹായിക്കാം എന്നവൻ ഓഫർ ചെയ്തു. അലി നല്ല രീതിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് അവൾക്കും തന്റെ ഗ്രേഡ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. അലി പ്രതീക്ഷിച്ചില്ലെങ്കിലും ക്രിസ്റ്റി അതിന് ഓക്കെ പറഞ്ഞു. അന്ന് വൈകിട്ട് അലി സ്കൂളിലെ റെസ്ലിംഗ് ജിമ്മിലേക്ക് പോയിരുന്നു. അവിടെ ഒരു റെസ്ലിംഗ് മാച്ച് അരങ്ങേറുകയായിരുന്നു. തങ്ങളുടെ സ്കൂളിലെ റെസ്ലിംഗ് ടീം മത്സരിക്കുന്നതും ഫൈറ്റ് ചെയ്യുന്നതുമൊക്കെ അലി മറന്നു നിന്ന് നോക്കിക്കണ്ടു. ആ സ്പോർട്ടിനോട് അലിക്ക് വല്ലാത്തൊരു താല്പര്യം തോന്നുകയാണ്. തനിക്കും സ്കൂളിലെ റെസ്ൽ ടീമിലെ അംഗമാകണം എന്നലിക്ക് ആ നിമിഷം തോന്നി. അടുത്ത ദിവസം മിസ്റ്റർ സ്കിന്നർ റെസ്ലിംഗ് കോച്ചിനെ കാണാനെത്തിയിരുന്നു. റെസ്ലിംഗ് ടീമിന്റെ നിലവാരം പോരൊന്നും അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടത് ചെയ്യണം എന്നും സ്കിന്നർ കോച്ചിനോട് പറഞ്ഞു. കൂട്ടത്തിൽ മറ്റൊരു കാര്യവും വ്യക്തമാക്കി. ആ പയ്യൻ അലിയെങ്ങാൻ വന്ന് ടീമിൽ ചേരണമെന്ന് ആവശ്യപ്പെട്ടാൽ പറ്റില്ലെന്ന് പറഞ്ഞേക്ക്. അധികം വൈകാതെ അലി റെസ്ലിംഗ് കോച്ചായ പ്ലെയിലറിനെ കാണാനെത്തി. റെസ്ലിംഗ് ടീമിൽ ചേരാനുള്ള തന്റെ ആഗ്രഹം പ്ലെയിലറിനോട് പ്രകടിപ്പിച്ചു. പക്ഷേ തങ്ങൾ പുതിയ മെമ്പേഴ്സിനൊന്നും എടുക്കുന്നില്ല എന്നായിരുന്നു പ്ലെയിലറിന്റെ മറുപടി. അലി അങ്ങനെ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. തനിക്കൊരു അവസരം തന്നു നോക്കാനും താൻ തന്റെ കഴിവ് തെളിയിക്കാം എന്നുമൊക്കെ അലി പറഞ്ഞു. അലിയുടെ ഡിറ്റർമിനേഷൻ നോക്കിക്കണ്ട് അലിക്കൊടുവിൽ ഒരു അവസരം കൊടുത്തു നോക്കാൻ കോച്ച് പ്ലെയിലർ തീരുമാനിച്ചു. നിലവിലെ ടീമംഗമായ ജിമ്മിക്കെതിരെ ഒന്ന് പോരടിച്ചു കാണിക്കാൻ അലിയോട് പ്ലെയിലർ ആവശ്യപ്പെടുകയാണ്. റെസ്ലിംഗിൽ അലിക്ക് മുൻകാല എക്സ്പീരിയൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ജിമ്മിക്കായിരുന്നു മേൽക്കൈ ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അലി അങ്ങനൊന്നും തോറ്റുകൊടുക്കുന്നുമുണ്ടായിരുന്നില്ല. ഒടുവിൽ ജിമ്മി തന്നെ സമ്മതിച്ചു. അലി ടഫാണ്, എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല. അലിയുടെ ആത്മവിശ്വാസത്തിലും കഴിവിലും ധൈര്യത്തിലും ഒക്കെ ഇഷ്ടം തോന്നിയ കോച്ച് പ്ലെയിലർ അലിയെ ടീമിലെടുക്കാൻ തീരുമാനിച്ചു. അലിക്ക് റെസ്ലിംഗ് ജേഴ്സിയും കൊടുത്തു. അലിക്കന്ന് വലിയൊരു ആത്മാഭിമാനവും സന്തോഷവും ഒക്കെ തോന്നി.
തോന്നുന്നുണ്ട്. ആ സന്തോഷം അങ്കിളിനോട് പങ്കുവെക്കാൻ വളരെ വേഗം അവൻ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലെത്തിയപ്പോൾ കണ്ടത് അലിയുടെ അങ്കിൾ തയ്യാറായി നിൽക്കുന്നതായിരുന്നു. ആദ്യം അലിക്ക് കാര്യം മനസ്സിലായില്ല. ഹാഫിസ് പിന്നാലെ കാര്യങ്ങൾ വിശദീകരിച്ചു. ഇവിടുത്തെ സാഹചര്യങ്ങൾ അത്ര ശരിയല്ല. എനിക്ക് വരെ ജീവിക്കാനും പിടിച്ചു നിൽക്കാനും ബുദ്ധിമുട്ടുള്ള സമയമാണ്. ഈ സമയത്ത് നിന്നെ കൂടി ഇവിടെ നിർത്തി നോക്കൽ എന്നെ കൊണ്ട് താങ്ങാവുന്നതല്ല. അതുകൊണ്ട് നീ ഇറാനിലേക്ക് തിരിച്ചു പോകണം. നിന്റെ സാധനങ്ങൾ പാക്ക് ചെയ്തോളൂ, ഹാഫിസ് അലിയോട് പറഞ്ഞു. അലിയാകെ ദുഃഖിതനായിരുന്നു. സങ്കടത്തോടെ അവൻ മുറിയിലേക്ക് കയറിപ്പോയി. ഹാഫിസിനും അത് കണ്ട് ദുഃഖം തോന്നി. കുറച്ചു കഴിഞ്ഞ് ഹാഫിസ് അലിയുടെ മുറിയിലേക്ക് കയറി ചെന്നു. ദുഃഖത്തോടെ റെസ്ലിംഗ് ജേഴ്സിയും കയ്യിൽ പിടിച്ചിരിക്കുന്ന അലിയായിരുന്നു ഹാഫിസ് നോക്കിക്കണ്ടത്. അലിയുടെ ദുഃഖഭാവവും കയ്യിലെ ജേഴ്സിയും ഒക്കെ കണ്ട് ഹാഫിസ് കാര്യം തിരക്കി. താൻ സ്കൂളിലെ റെസ്ലിംഗ് ടീമിൽ കഷ്ടപ്പെട്ട് ജോയിൻ ചെയ്ത കാര്യവും ആ സന്തോഷം പങ്കുവെക്കാൻ വന്നപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നും അലി ഹാഫിസിനോട് പറഞ്ഞു. അതൊക്കെ കേട്ടതും ഹാഫിസിന്റെ മനസ്സിൽ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരുന്നു. കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അലിയെ അവിടെ നിർത്താനും അലിയുടെ റെസ്ലിംഗിന് സപ്പോർട്ട് ചെയ്യാനും ഹാഫിസ് തീരുമാനിച്ചു. റെസ്ലിംഗിൽ അലിക്ക് വേണ്ട മുഴുവൻ സഹായവും ചെയ്തു കൊടുക്കാൻ ഹാഫിസ് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അതിനു പിന്നിൽ ഒരു കാരണവുമുണ്ട്. ഹാഫിസ് ഒരു മുൻകാല പ്രൊഫഷണൽ ബോക്സർ ആയിരുന്നു. പണ്ടുകാലത്ത് നിരവധി ടൂർണമെന്റുകളിൽ ഹാഫിസ് വിജയം നേടിയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. സ്കൂളിൽ കോച്ച് പ്ലെയിലർ റെസ്ലിംഗിന്റെ ബേസിക്കുകൾ അലിയെ പഠിപ്പിക്കാൻ ആരംഭിച്ചു. ഇതേസമയം മറുവശത്ത് വീട്ടിലാകട്ടെ ഹാഫിസിന്റെ ട്രെയിനിങ്ങും അലിക്കുണ്ടായിരുന്നു. അലിയെ കൂടുതൽ സ്ട്രെങ്ത് ഉള്ള വ്യക്തിയാക്കാൻ തന്റേതായ രീതിയിൽ ഹാഫിസ് അലിക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്നു. പേർഷ്യൻ എക്സസൈസ് ടൂൾ ഉപയോഗിച്ചായിരുന്നു ഹാഫിസ് അലിയെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. തന്റെ ട്രെയിനിങ് സെഷൻ ഒക്കെ കഴിഞ്ഞ് ക്രിസ്റ്റിയെ മീറ്റ് ചെയ്യാൻ അലി റെസ്റ്റോറന്റിലെത്തും. അവിടെ വെച്ച് അവൾക്ക് വേണ്ട പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. ആദ്യം ഇരുവർക്കുമിടയിൽ ഒരു പരുങ്ങലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ഐസ് ബ്രേക്ക് സംഭവിച്ചു. അവർ അടുത്ത സുഹൃത്തുക്കളെ പോലായി മാറി. നാളുകൾ കടന്നുപോയി. അങ്ങനെ സ്കൂളിലെ ഇന്റർ സ്കൂൾ റെസ്ലിംഗ് മാച്ചിന്റെ സമയം എത്തി. 126 കിലോഗ്രാമിന്റെ വെയിറ്റ് ക്ലാസ്സിലായിരുന്നു അലി ഉൾപ്പെടുത്തപ്പെട്ടത്. അന്ന് ഇന്റർ സ്കൂൾ റെസ്ലിംഗ് മാച്ച് നടക്കുമ്പോൾ അലിയുടെ മാച്ച് കാണാനും അവനെ സപ്പോർട്ട് ചെയ്യാനും ഹാഫിസും എത്തിയിരുന്നു. വൈകാതെ അലിയുടെ മാച്ച് തുടങ്ങി. മാച്ചിന്റെ തുടക്കത്തിലൊക്കെ അലി വല്ലാതെ സ്ട്രഗിൾ ചെയ്തിരുന്നു. അലിയുടെ എതിരാളി അലിയെ തുടർച്ചയായി മലർത്തി അടിച്ചുകൊണ്ടേയിരുന്നു. കാണികളായിട്ടുള്ളവർ ഒരു ദാക്ഷിണ്യവുമില്ലാതെ വംശീയ അധിക്ഷേപം പോലും നടത്തിയായിരുന്നു അലിക്കെതിരെ വിളിച്ചുകൂവിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ നടക്കുമ്പോഴും ഹാഫിസ് അലിയെ സപ്പോർട്ട് ചെയ്ത് അലിയെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നു. ഫോക്കസോടെ നിൽക്കാനും തോറ്റുകൊടുക്കരുത് എന്നും ഹാഫിസ് അലിയോട് പറയുന്നുണ്ടായിരുന്നു. തന്റെ അങ്കിളിന്റെ വാക്കുകളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് അലി ഉണർവോടെ എഴുന്നേറ്റു. എതിരാളിക്കെതിരെ ശക്തമായ രീതിയിൽ പൊരുതി. ഒടുവിൽ അന്നത്തെ മത്സരത്തിൽ വിജയിയായത് അലി തന്നെയായിരുന്നു. അലിയുടെ വിജയം കോച്ച് പൈലറും ടീംമേറ്റ്സും അടക്കം ആഘോഷിച്ചിരുന്നു. അലിയുടെ വിജയത്തിനു ശേഷം പ്രിൻസിപ്പൽ സ്കിന്നർ കോച്ച് പൈലറെ വിളിച്ചു വരുത്തി. അലി വിജയിച്ചെങ്കിലും സ്കിന്നർ അൺഹാപ്പിയായി കാണപ്പെട്ടിരുന്നു. ടീമിലെ അലിയുടെ സാന്നിധ്യം തന്നെയായിരുന്നു അതിനു കാരണം. അലിയുടെ വിജയം കാണികളെ അസ്വസ്ഥപ്പെടുത്തുമെന്നും ചിലപ്പോൾ പ്രശ്നങ്ങൾ തന്നെ സൃഷ്ടിച്ചേക്കും എന്നുമൊക്കെ അയാൾ പറയുന്നുണ്ട്. പക്ഷേ കോച്ച് പൈലറാകട്ടെ പ്രിൻസിപ്പലിന്റെ നിർദ്ദേശങ്ങൾ അപ്പാടെ തള്ളിക്കളഞ്ഞു. കാരണം അന്നത്തെ മത്സരത്തിൽ അവരുടെ ടീമിൽ ആകെ വിജയിച്ചത് അലി മാത്രമായിരുന്നു. അന്നു മുതൽ അലി കൂടുതൽ കഠിനമായി പരിശ്രമിക്കാൻ തുടങ്ങി. റെസ്ലിംഗിലെ പുതിയ ടെക്നിക്കുകൾ പഠിക്കുകയും തന്റെ ഫിസിക് കൂടുതൽ കരുത്തുറ്റതാക്കാൻ വേണ്ട പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. അലിയുടെ ഹാർഡ് വർക്ക് വില കാണാതെ പോയില്ല. തുടർച്ചയായി വന്ന എല്ലാ ടൂർണമെന്റുകളിലും അലി വിജയിച്ചുകൊണ്ടിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ജിമ്മിയും മറ്റ് ടീമംഗങ്ങളും ചേർന്ന് അലിക്ക് ടീമിന്റെ പുതിയ ജാക്കറ്റ് കൊടുത്തു. അവർ അലിയെ തങ്ങളുടെ ടീമിന്റെ ഭാഗമായി പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നുണ്ടായിരുന്നു. മറുവശത്ത് അലിയുടെ സഹായം കൊണ്ട് ക്രിസ്റ്റിയുടെ ഗ്രേഡുകൾ ഇംപ്രൂവ് ചെയ്തു. അവരുടെ ആ സക്സസുകൾ സെലിബ്രേറ്റ് ചെയ്യാൻ അലിയും ക്രിസ്റ്റിയും കൂട്ടുകാരും ഒന്നിച്ച് ഒരാളുടെ പ്രൈവറ്റ് പൂളിൽ കടന്നു കയറി അവിടെ പാർട്ടി നടത്തി. പക്ഷെ അവർ കളിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കെ അവരുടെ ഒച്ചയും ബഹളവും കേട്ട് ഓണർ അങ്ങോട്ടേക്ക് വന്നു. അതോടെ കൂട്ടുകാരൊക്കെ പൂളിൽ നിന്ന് കയറിയോടി. അലിയും ക്രിസ്റ്റിയും പൂളിൽ പെട്ടുപോയിരുന്നു. ഓണറുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ അവർ കഷ്ടപ്പെട്ട് മറന്നു നിന്നു. ഒടുവിൽ ഓണറുടെ പിടിയിൽപ്പെടാതെ അവർ രക്ഷപ്പെടുകയാണ്. ആ അവസരത്തിൽ ക്രിസ്റ്റിയും അലിയും ചിരിച്ചു കളിച്ച് ഒരുപാട് സന്തോഷിച്ചിരുന്നു. കഥ അവിടെ നിന്നും റോമൻ എന്ന ഒരു ചെറുപ്പക്കാരനിലേക്ക് തിരിയുകയാണ്. ഹൈസ്കൂൾ റെസ്ലിംഗ് കോമ്പറ്റീഷനിലെ ചാമ്പ്യനായിരുന്നു റോമൻ. തുടർച്ചയായി അലി ഇങ്ങനെ വിജയിച്ചു വരുന്നത് റോമന്റെ ശ്രദ്ധയിൽപ്പെട്ടു. റോമനായിരുന്നു അതുവരേക്കും അത്തരത്തിൽ വലിയ വിന്നിംഗ് സ്ട്രീക്ക് ഒക്കെ ഇട്ട് വിജയിച്ചു വന്നിട്ടുള്ളത്. തന്റെ വിന്നിംഗ് സ്ട്രീക്കിനോട് അടുപ്പിച്ച് അലി എത്തുന്നത് കണ്ടതും അലിക്കെതിരെ മത്സരിക്കാൻ റോമൻ തീരുമാനിക്കുകയാണ്. അടുത്ത ടൂർണമെന്റിൽ അലിയെ വെല്ലുവിളിക്കാൻ റോമൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അലിയുടെ കാറ്റഗറിയിൽ മത്സരിക്കണമെങ്കിൽ റോമൻ ആദ്യമേ വെയിറ്റ് കുറയ്ക്കണമായിരുന്നു. ഇതേസമയം മറുവശത്ത് മറ്റൊരു മാച്ച് ഇറങ്ങിയിറങ്ങുകയായിരുന്നു. അലി മത്സരിക്കാൻ ഇറങ്ങി നിൽക്കെ കാണികൾ അലിക്കെതിരെ വംശീയ അധിക്ഷേപം നടത്തുന്നുണ്ടായിരുന്നു. കോച്ച് വന്ന അലിയെ കുറച്ചു നേരത്തേക്ക് മറന്നു നിൽക്ക്, മത്സരമാവുമ്പോൾ ഇറങ്ങി വന്നാൽ മതി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. അലി അങ്ങനെ ഒളിച്ചു
നിൽക്കെ ക്രിസ്റ്റിയും ക്രിസ്റ്റിയുടെ സുഹൃത്തും തമ്മിലുള്ള സംഭാഷണം അലി കേട്ടു. വെന്റി എന്ന സുഹൃത്ത് ക്രിസ്റ്റിയോട് ചോദിച്ചു, നീ അലിയെ ഡേറ്റ് ചെയ്യുകയാണോ? അലിയെ ഞെട്ടിച്ചുകൊണ്ട് ക്രിസ്റ്റിയല്ലെന്ന് പറഞ്ഞെന്ന് മാത്രമല്ല, അലിക്കെതിരെ കുറച്ച് വംശീയാധിക്ഷേപം നടത്തുന്ന രീതിയിൽ സംസാരിക്കുക പോലും ഉണ്ടായി. അതലിയെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുകയും ചൊടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. വല്ലാതെ ഹർട്ടായ അലി തന്റെ ദേഷ്യം മുഴുവൻ അന്ന് ഗോതയിൽ കാണിച്ചു. എതിരാളിയെ ഒറ്റയടിക്ക് മലർത്തിയടിച്ച് നോക്കൌട്ട് ചെയ്തു. അലിയുടെ ആ നീക്കവും വിജയവുമൊക്കെ ഏവരെയും ഞെട്ടിക്കുന്നത് പോലുമായിരുന്നു. അലിയോട് താല്പര്യമില്ലാതിരുന്ന പ്രിൻസിപ്പൽ വരെ അലിയുടെ ആ നീക്കം കണ്ട്, ആ പ്രകടനം കണ്ട് അതിശയത്തോടെ നോക്കിപ്പോയി. എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. അന്നത്തെ ആ മത്സരത്തിന് ശേഷം ലോക്കർ റൂമിൽ വെച്ച് റോമൻ അലിയെ കാണാനെത്തി. അവിടെ വെച്ച് റോമൻ അലിയോട് സംസാരിച്ചു. അലിക്കെതിരെ ചെറിയൊരു ആക്രമണം നടത്തി ഭീഷണിപ്പെടുത്തി. വരാനിരിക്കുന്ന നിന്റെ മാച്ചുകൾ അത്ര ഈസി ആയിരിക്കില്ല എന്ന തരത്തിലായിരുന്നു ഭീഷണി. അന്ന് വീട്ടിലേക്ക് എത്തിയപ്പോ അലി അങ്കിൾ ഹാഫിസിനടുക്കൽ റോമന്റെ ഭീഷണിയെ പറ്റി പറഞ്ഞു. റോമനെതിരെ മത്സരിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ അലിക്കേറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരുന്നു. ഹാഫിസിനും ഹാഫിസ് അലിയെ സഹായിക്കാൻ തീരുമാനിച്ചു. റോമന്റെ മുൻകാല മത്സരങ്ങൾ അവർ ടിവിയിൽ കണ്ടു. എന്താണ് റോമന്റെ വീക്ക് പോയിന്റ് എന്ന് മനസ്സിലാക്കാൻ അവരിരുവരും ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഹാഫിസ് അത് മനസ്സിലാക്കി. റോമന്റെ ബാലൻസ് ആണ് റോമന്റെ വീക്ക്നെസ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാത്തിലും റോമൻ കരുത്തുറ്റ എതിരാളി തന്നെ. പിന്നാലെ ഹാഫിസ് അലിയെ തനിക്ക് മാത്രം അറിയാവുന്ന സ്പെഷ്യൽ ലോക്കിംഗ് ടെക്നിക്കുകൾ പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. റോമനെതിരെയുള്ള മത്സരത്തിൽ റോമനെ പരാജയപ്പെടുത്താൻ ഇത് നിനക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നും ഹാഫിസ് അലിയോട് പറയുന്നുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും റോമനെതിരെ വിജയിക്കാൻ പറ്റും എന്ന കാര്യത്തിൽ അലിക്കൊരു ഉറപ്പുമുണ്ടായിരുന്നില്ല. താൻ എതിരിടാൻ പോകുന്നത് ഇതുവരെ തോറ്റിട്ടില്ലാത്ത ഹൈസ്കൂൾ റെസ്ലിംഗ് ചാമ്പ്യനെയാണ്. അലി ആ കാര്യം കൊണ്ട് തന്നെ എപ്പോഴും ഭയന്നിരുന്നു. അലിയുടെ അങ്കലാപ്പും പേടിയുമൊക്കെ മനസ്സിലാക്കിയ ഹാഫിസ് അലിയെ ഉപദേശിച്ചു. നിന്റെ ഭയം നിന്നെ കൺട്രോൾ ചെയ്തു തുടങ്ങിയാൽ ഒരിക്കലും നിനക്ക് ബെസ്റ്റ് ആവാൻ സാധിക്കില്ല. അതുകൊണ്ട് ആദ്യം നീ നിന്റെ പേടിയെ ഒഴിവാക്കണം. ഇപ്പോഴും നീ ഭയപ്പെടുന്ന ആരെങ്കിലുമുണ്ടോ? നിന്നെ പേടിപ്പിക്കുന്ന, നീ ചിന്തിക്കുമ്പോൾ പേടിയിലാവുന്ന ആരെങ്കിലുമുണ്ടോ? അതാദ്യം ഇല്ലാതാക്ക് എന്ന് ഹാഫിസ് അവനെ ഉപദേശിച്ചു. അങ്കിളിന്റെ വാക്കുകൾ അലി മനസ്സിലേക്കെടുത്തിരുന്നു. സ്കൂളിൽ അവന് പേടിയുള്ള, അത്തരത്തിൽ ഓർക്കുമ്പോൾ ഭയം ജനിപ്പിക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അത് മൈക്കാണ്. എപ്പോഴും അവനെ ബുള്ളി ചെയ്തിരുന്ന മൈക്കിനെ എതിരിടാൻ അടുത്ത ദിവസം സ്കൂളിൽ അലി ധൈര്യത്തോടെ നടന്നു ചെന്നു. അലി പോകുന്ന വഴിയിൽ ക്രിസ്റ്റി അവന്റെ എതിരെ വന്നു. എന്തുകൊണ്ടാണ് അലി ഇപ്പോൾ തന്നെ ഇഗ്നോർ ചെയ്യുന്നത്, ഒഴിവാക്കുന്നത് എന്ന് ക്രിസ്റ്റി അലിയോട് ചോദിച്ചു. അലി ദേഷ്യത്തിൽ തന്നെ ഉള്ള കാര്യം പറഞ്ഞു. നീ വിൻഡിയുമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. എന്നെ എത്ര മോശമായിട്ടാണ് നീ കരുതുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി. നിന്റെ വാക്കുകൾ എന്നെ അത്രയ്ക്കും വേദനിപ്പിച്ചിരുന്നു. അതും പറഞ്ഞ് അലി അവിടെ നിന്നും മുമ്പോട്ട് നടന്നു. മൈക്കിന്റെ അടുത്തെത്തി. ഒട്ടും മടിച്ചില്ല. അലി മൈക്കിനെ കടന്നാക്രമിച്ചു. ഏവരും നോക്കി നിൽക്കെ തന്നെ മൈക്കിനെ അവൻ ക്രൂരമായി മർദ്ദിച്ചു. തന്റെ ഭയങ്ങളെ ഓവർകം ചെയ്യാനായിരുന്നു അലിയുടെ ആ നീക്കം. പ്രിൻസിപ്പൽ എത്തിയായിരുന്നു ഒടുവിൽ അലിയെ പിടിച്ചുമാറ്റിയത്. അലിയാണ് ഫൈറ്റ് തുടങ്ങിയത് എന്ന് സ്കിന്നർ അറിഞ്ഞതോടെ അലിക്ക് പണിഷ്മെന്റ് കൊടുക്കാൻ സ്കിന്നർ നിർബന്ധിതനായി. അലിയെ സ്കൂൾ റെസ്ലിംഗ് ടീമിൽ നിന്ന് വിലക്കുകയായിരുന്നു സ്കിന്നർ ചെയ്തത്. വരാനിരിക്കുന്ന ടൂർണമെന്റുകളിലൊന്നും അതോടെ അലിക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന അവസ്ഥയെത്തി. അലി വല്ലാതെ ദുഃഖിതനായിരുന്നു. മറുവശത്ത് കോച്ച് പ്ലെയിലർ ഹാഫിസിനെ ചെന്ന് കണ്ടിരുന്നു. ഹാഫിസിന്റെ ബോക്സിംഗ് കഴിവുകളെപ്പറ്റി മനസ്സിലാക്കിയിരുന്ന പ്ലെയിലർ തന്റെ അസിസ്റ്റന്റ് കോച്ചാവാമോ എന്ന് ഹാഫിസിനോട് ചോദിച്ചു. താല്പര്യമുള്ള പ്രൊഫഷൻ ആയതുകൊണ്ടും ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ടും ഹാഫിസ് അതിനെ സമ്മതിക്കുകയാണ്. അടുത്ത ദിവസം ഹാഫിസും ട്രെയിനിങ്ങിനായി എത്തിച്ചേർന്നു. കുട്ടികളെ തന്റെ രീതിയിൽ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ദുഃഖത്തോടെ റെസ്ലിംഗിന് ഇറങ്ങാൻ പറ്റാതെ, പ്രാക്ടീസ് ചെയ്യാൻ പറ്റാതെ അലി സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് സ്കൂൾ ഹാൾവേയിലൂടെ അലി നടന്നു പോകുമ്പോ ക്രിസ്റ്റി അലിക്ക് അടുത്തേക്ക് വന്നു. താനെന്ന് അലിയെ കൊച്ചാക്കാൻ പറഞ്ഞതല്ല, കൂട്ടുകാർ തന്നെ കളിയാക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അലിയോട് തനിക്ക് ഒരു വിദ്വേഷവുമില്ല എന്നൊക്കെ പറഞ്ഞ് തന്റെ ഭാഗം ന്യായീകരിക്കാനും അലിയെ മനസ്സിലാക്കിക്കാനും ക്രിസ്റ്റി ശ്രമിച്ചുകൊണ്ടിരുന്നു. അലി പക്ഷേ ഒന്നും ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നില്ല. നിലവിലിപ്പോൾ മറ്റാരും എന്ത് ചിന്തിച്ചാലും തനിക്ക് പ്രശ്നമല്ലെന്നും അലി മാത്രമാണ് തനിക്ക് ഇമ്പോർട്ടന്റ് എന്നും ക്രിസ്റ്റി പറഞ്ഞെങ്കിലും അലി അതും ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. അലിയോടുള്ള തന്റെ ഇഷ്ടവും ഫീലിംഗ്സും പ്രൂവ് ചെയ്യാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ക്രിസ്റ്റി അന്ന് അലിയെ ചുംബിച്ചു. കുട്ടികളേവരും അത് കണ്ട് ഷോക്കായിരുന്നു. അലിയോട് താൻ അവനെ സ്നേഹിക്കുന്നുണ്ടെന്നും ഇനി അത് മറച്ചുവെക്കേണ്ട കാര്യമില്ല എന്നും ക്രിസ്റ്റി വ്യക്തമായി പറഞ്ഞു. അലിക്കും വലിയ ആശ്വാസവും സന്തോഷവും തോന്നിയിരുന്നു. ക്രിസ്റ്റിയുമായി മേക്കപ്പ് ചെയ്തു കഴിഞ്ഞതും അലി പ്രിൻസിപ്പലിനെ കാണാൻ തീരുമാനിച്ചു. പ്രിൻസിപ്പലിന്റെ അടുത്ത് ചെന്ന് അലി മനസ്സ് തുറന്ന് സംസാരിച്ചു. തനിക്ക് ഒരു അവസരം കൂടി തരാനും ഇനി പ്രശ്നമുണ്ടാക്കില്ലെന്നും റെസ്ലിംഗ് ടീമിൽ മത്സരിക്കാൻ അവസരമൊരുക്കണം എന്നും അലി ആവശ്യപ്പെട്ടു. പ്രിൻസിപ്പൽ ആദ്യം അത് നിരാകരിച്ചെങ്കിലും അലി തോറ്റു പിന്മാറാൻ കൂട്ടാക്കിയില്ല. അമ്മ തന്റെ കയ്യിൽ തന്നുവിട്ട കീയടക്കം കാണിച്ച് നാട്ടിൽ താൻ കഷ്ടപ്പെട്ടതിനെ പറ്റിയും ഇവിടെ വന്നിട്ട് തനിക്കുണ്ടായിരുന്ന പ്രതീക്ഷകളെ പറ്റിയും താൻ നേരിട്ട കഷ്ടപ്പാടുകളെ പറ്റിയും ഒക്കെയും അലി പ്രിൻസിപ്പലിനോട് വിശദീകരിച്ചു. റെസ്ലിംഗ് തനിക്ക് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നും തന്റെ ജീവിതവും മുമ്പോട്ടുള്ള ജീവിതവും ഒക്കെയും ഇതിൽ ഡിപ്പെൻഡ്
ടാലന്റഡ് എന്നുമൊക്കെ അലി പറഞ്ഞതോടെ പ്രിൻസിപ്പലിന്റെ മനസ്സ് ചെറിയ രീതിയിലെങ്കിലും മാറുന്നുണ്ട്. അലിയെ വീണ്ടും റെസ്ലിംഗ് ടീമിൽ ഉൾപ്പെടുത്താൻ പ്രിൻസിപ്പൽ തീരുമാനിച്ചു. അങ്ങനെ അലി വീണ്ടും റെസ്ലിംഗ് ടീമിലേക്ക് തിരികെ എത്തി. അടുത്ത മത്സരത്തിൽ അലി മാത്രമായിരുന്നില്ല ടീമിൽ വിജയിച്ചത്. ടീമിലെ മറ്റു കുട്ടികളും ഹാഫിസിന്റെ ട്രെയിനിങ് കൊണ്ട് മികച്ച രീതിയിൽ മുന്നേറി വിജയം കൊയ്തിരുന്നു. അങ്ങനെ ടീമംഗങ്ങളിൽ ഭൂരിഭാഗവും വിജയിച്ച് അവരുടെ ടീം ഫൈനലിലേക്ക് എത്തി. അവരുടെ ആ വിജയം സെലിബ്രേറ്റ് ചെയ്യാൻ അലിയും കൂട്ടുകാരും തീരുമാനിച്ചിരുന്നു. ഹാഫിസിനെയും കൂടെ അലി ക്ഷണിച്ചെങ്കിലും താനില്ലെന്ന് പറഞ്ഞ് ഹാഫിസ് വീട്ടിലേക്ക് മടങ്ങാനിറങ്ങി. പക്ഷേ നിർഭാഗ്യവശാൽ ഹാഫിസിന്റെ ആ യാത്ര മരണത്തിലേക്കായിരുന്നു. ഹാഫിസ് ഒരു അപകടത്തിൽപ്പെട്ട് കൊല്ലപ്പെട്ടു. ഹാഫിസിന്റെ പെട്ടെന്നുള്ള ആ മരണം അലിയെ വല്ലാതെ പിടിച്ചുകുലുക്കിയിരുന്നു. കാലിഫോർണിയയിൽ തനിക്കാകെയുള്ള കുടുംബാംഗമാണ് മരണപ്പെട്ടിരിക്കുന്നത്. തന്റെ മെന്റർ, തന്റെ ബെസ്റ്റ് ഫ്രണ്ട്, തനിക്കേറെ പ്രിയപ്പെട്ട ഹാഫിസ് അങ്കിൾ മരണപ്പെട്ടിരിക്കുന്നു. ഉൾക്കൊള്ളാനേ അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒടുവിൽ റെസ്ലിംഗ് ടൂർണമെന്റിന്റെ ഫൈനൽ ദിവസം എത്തി. ഏറ്റവും ഒടുവിലത്തെ ഫൈനൽ മാച്ച് അലിക്കും റോമനുമെതിരെയായിരുന്നു നടക്കാനിരുന്നത്. ഫൈനലിലേക്ക് എത്തിയിരുന്ന അലിയുടെ ടീംമേറ്റ്സ് മുഴുവൻ അതിനോടകം പരാജയപ്പെട്ടു കഴിഞ്ഞിരുന്നു. അലി മാത്രമായിരുന്നു സ്കൂളിന്റെ അവസാന പ്രതീക്ഷയായി നിലകൊണ്ടിരുന്നത്. മാച്ച് ആരംഭിക്കുന്നതിന് മുമ്പ് കോച്ച് പ്ലെയിലർ അലിക്കടുത്ത് സംസാരിച്ചു. ഫോക്കസ് ചെയ്തു നിന്ന് ഫൈറ്റ് ചെയ്യാനും നിന്റെ അങ്കിൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്ന പോലെ വിജയം നേടാനും അദ്ദേഹം അലിയെ ഉപദേശിച്ചു. വൈകാതെ മാച്ച് ആരംഭിച്ചു. ആദ്യ റൗണ്ടുകളിൽ അലി വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. റോമൻ ഓരോ തവണയും മേൽക്കൈ നേടി അലിക്കെതിരെ നല്ല രീതിയിൽ പോയിന്റ് ഉയർത്തി. പക്ഷെ ഒരു ഘട്ടത്തിൽ റോമൻ ഫൗള് ചെയ്തു. അതോടെ അലിക്ക് പോയിന്റ് ലഭിക്കുകയും റോമനെതിരെ എത്തിപ്പിടിക്കാൻ ഒരവസരം വരികയും ചെയ്തു. അടുത്ത തവണ റോമൻ അലിയെ അടിച്ച് താഴെയിട്ടപ്പോ തിരികെ എഴുന്നേക്കാൻ അലിക്ക് പ്രയാസം തോന്നുന്നുണ്ടായിരുന്നു. ആ സമയം അലി തന്റെ കൺമുമ്പിൽ ഒരു കാഴ്ച കണ്ടു. കോച്ച് പ്ലെയിലറിനടുത്ത് അസിസ്റ്റന്റ് കോച്ചിന്റെ സീറ്റ് ഒഴിച്ചിട്ടിരിക്കുന്നു. അങ്കിൾ ഹാഫിസിനെ പറ്റിയുള്ള ഓർമ്മകൾ അലിയുടെ ഉള്ളിലേക്ക് നിറഞ്ഞു. അങ്കിളിന് വേണ്ടിയാണെങ്കിലും താൻ വിജയിക്കണം എന്ന് അവന് തോന്നി. അങ്കിൾ പഠിപ്പിച്ചു കൊടുത്ത ട്രിക്കുകൾ അവന്റെ ഉള്ളിലേക്ക് ഓടി വന്നു. കരുത്തോടെ അലി എഴുന്നേറ്റ് വന്നു. റോമനെതിരെ അങ്കിൾ ഹാഫിസ് പഠിപ്പിച്ച ലോക്കിംഗ് ടെക്നിക് അവൻ പ്രയോഗിച്ചു. ഓരോ ഘട്ടത്തിലും മുന്നേറി ഒടുവിൽ റോമനെ പരാജയപ്പെടുത്തി അന്നലി വിജയിക്കുകയാണ്. ഗോൾഡ് മെഡൽ ജേതാവായി അലി വിജയിച്ചതും കാണികളേവരും ആഹ്ലാദത്തോടെ ആരവം മുഴക്കുന്നുണ്ടായിരുന്നു. സ്കൂളിന്റെ അഭിമാനം അലി ഉയർത്തിയെന്നു മാത്രമല്ല, കാലിഫോർണിയയിലെ തുടർ പഠനത്തിന് കോളേജ് ലെവൽ എഡ്യൂക്കേഷൻ വരെ കിട്ടുന്ന തരത്തിൽ ഒരു സ്കോളർഷിപ്പും അലിക്ക് ആ വിജയത്തോടെ ലഭിച്ചു. അലിയും ക്രിസ്റ്റിയും ഒന്നിച്ച് പിന്നീട് ഹാഫിസിന്റെ കുഴിമാടം സന്ദർശിച്ചു. തനിക്ക് കിട്ടിയ മെഡൽ ഹാഫിസിന്റെ കുഴിമാടത്തിലെ ടോം സ്റ്റോണിന് മുകളിലായി അലി വെച്ചു. ഹാഫിസിനോടുള്ള നന്ദി അറിയിക്കൽ കൂടിയായിരുന്നു അത്. ആ ദൃശ്യങ്ങളോടെ യഥാർത്ഥ സംഭവകഥയെ അടിസ്ഥാനമാക്കി ചിത്രീകരിക്കപ്പെട്ട ഈ ചലച്ചിത്രം അവസാനിക്കുകയാണ്. അമേരിക്കൻ റെസ്ലർ ദ വിസാർഡ് എന്ന ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.